Sky Gold, elegance of beauty. പെരിന്തൽമണ്ണ പുതിയ ബസ് സ്റ്റാൻഡ് മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡിൽ ഒട്ടേറെ വ്യാപാരികളുണ്ട്. വളരെ ദുരിതത്തിലാണ് അവർ. മഴ പെയ്താൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്നു, ചോർന്നൊലിക്കുന്നു. വൺ ന്യൂസ് ഒരിക്കൽ വാർത്ത ചെയ്തിരുന്നു. വ്യാപാരി നേതാക്കളൊക്കെ അവിടെ ഉടൻ തന്നെ മഴയത്ത് തന്നെ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഉടനടി പരിഹാരം കാണാൻ നഗരസഭ അധികൃതർക്ക് അവർ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ നഗരസഭാ സെക്രട്ടറി ലാൽകുമാർ JR നമ്മോടൊപ്പം ഉണ്ട്. വ്യാപാരികളുടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഭരണസമിതിയിലെ ചില ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, സെക്രട്ടറി ആരെങ്കിലും വിട്ട് അതൊന്ന് പരിശോധിപ്പിച്ചാൽ അടുത്ത കൗൺസിലിൽ ഫണ്ട് വെക്കുമെന്ന് അവരിങ്ങനെ എന്നോട് ഉറപ്പ് നൽകിയുണ്ടായി. അപ്പോൾ അതൊരു വലിയ ദുരിതമാണ്. ഒരുപക്ഷെ നഗരസഭയ്ക്കും ഒരു വരുമാനം വ്യാപാരികളിൽ നിന്നാണ് തന്നെ പറയേണ്ടി വരുമല്ലോ. അതൊന്ന് പരിഹരിക്കാൻ നടപടി ഉണ്ടാവില്ലേ? നമ്മളത് ഈ അവിടുത്തെ പ്രത്യേകിച്ച് അതിൻ്റെ വെട്ടം കിട്ടുന്നതിനൊക്കെ വേണ്ടി ആർച്ചായിട്ട് ചെയ്തിരിക്കുകയാണ്. ഫൈബർ ഷീറ്റാണ് ഇട്ടിരുന്നത്. അത് ഈ വാഷർ വെച്ച് ജോയിന്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇത്ര പഴക്കം വന്നതോടുകൂടി ആ വാഷർ പോവുകയും ചിലയിടത്ത് പൊട്ടൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മഴ സീസണിൽ അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ആ ഷീറ്റ് മൊത്തം പൊട്ടിപ്പോവും. അപ്പോൾ നമ്മളൊരു ഉണക്കാവുന്നത് വരെ നോക്കുവാണ്. ഉണക്കാകുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രോജക്റ്റ് വെച്ചിട്ട് അത് ഫുള്ള് മറ്റേ GA ഷീറ്റ് ഇടാനുള്ള അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തേക്ക് ഈ വെള്ളം വീഴുന്നതിന് ഒരു ടെമ്പററി പരിഹാരമായിട്ട് നമ്മൾ ഷീറ്റ് വലിച്ചു കെട്ടി ലീക്ക് നിർത്തിയിരിക്കുകയാണ്. ഇപ്പം വെള്ളം വീഴാത്ത രീതിയിൽ ആക്കിയിരിക്കുകയാണ്. നമ്മളല്ലാതെ ഈ മഴയത്ത് കയറി കഴിഞ്ഞാൽ അത് ഫുള്ള് പൊട്ടിപ്പോവും. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് വെള്ളമാവും. അതുകൊണ്ട് നമ്മൾ ഒരു ഉണക്കാവുന്നത് വരെ ഒരു ടെമ്പററി അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോജക്റ്റ് വെച്ചിട്ട് നല്ല എമൗണ്ട് ഉണ്ടാവും. ഒരു 8 ലക്ഷം രൂപ ചിലവ് വരുന്നതാണ്. അത് വെച്ച് പ്രോജക്റ്റ് വെച്ച് നമ്മളത് കറക്റ്റ് ചെയ്യും. സാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ കൂടി അവിടെ മഴ കാരണം അവിടെ വ്യാപാരികളുടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവർ നഗരസഭാ സെക്രട്ടറിയെ സന്ദർശിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഭരണകക്ഷിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥിരം സമിതി അധ്യക്ഷൻ തന്നെയാണ് പറഞ്ഞത്, സെക്രട്ടറി അവിടെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അടുത്ത കൗൺസിലിൽ ഞങ്ങൾക്ക് ഫണ്ട് വെക്കാൻ പറ്റുമെന്ന്. പക്ഷേ അപ്പോഴും ചെയർപേഴ്സണോട് ചോദിച്ചപ്പോൾ മഴ മാറണമെന്നാണ്, സാറും പറയുന്നു മഴ മാറണമെന്നാണ്. അപ്പോൾ അവർ ഈ മഴ ഒന്ന് ഒതുങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്താൽ ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുമല്ലേ? പരിഹരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാര്യം വെച്ചാൽ നമ്മൾ അവിടുത്തെ നമ്മുടെ എഞ്ചിനീയറും എല്ലാം പോയി നോക്കിയിട്ടുള്ളതാണ്. നമ്മൾ അവിടുത്തെ ഇതെല്ലാം നോക്കി നടത്തുന്ന ആൾ, അവിടെ കച്ചവടം ചെയ്യുന്ന ഒരു കക്ഷിയെ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പം വെള്ളം അങ്ങനെ വീഴുന്നില്ല, ചെറുതായിട്ടൊക്കെ തുള്ളിയായിട്ട് വീഴുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ല, എന്നാലും തുള്ളിയായിട്ട് വീഴുന്നുണ്ട്. അതൊരു ചെറിയ പ്രശ്നമേ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഒരു വെയിൽ ഉണക്കാവാതെ മഴ സമയത്ത് തന്നെ മേളിൽ കയറി കഴിഞ്ഞാൽ വലിയ ഏരിയയാണ്, അത് മൊത്തം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം കടകളും നശിക്കും, അതിനകത്തെല്ലാം വെള്ളം കയറും. അതുകൊണ്ട് നമ്മൾ ഒരു പ്രോജക്റ്റ് വെച്ച് പ്രപ്പോസൽ ആക്കിയ ശേഷമേ നമുക്ക് ഇനി അതിനകത്ത് ഒരു പണി നടത്താനും പറ്റും. അത് മാത്രമല്ല, ഒരു ഉണക്ക് വന്നെങ്കിൽ മാത്രമേ അതിനകത്ത് പണിയാൻ പറ്റൂ. എന്തായാലും ഒരു ജൂലൈ ആഗസ്റ്റ് കഴിഞ്ഞ ശേഷമേ നമുക്കത് എന്തായാലും ചെയ്യാൻ പറ്റും. ഇപ്പൊ ടെമ്പററി ആയിട്ടുള്ള പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. മേളിൽ ഷീറ്റ് കെട്ടിയിട്ട് റോപ്പ് വലിച്ചു കെട്ടി ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അത്യാവശ്യം നമുക്ക് അവിടെ ഉപയോഗിക്കാം. ചെറുതാലും റോപ്പ് കെട്ടി ഷീറ്റ് കെട്ടിയെടുത്തേക്ക് വെള്ളം ചോർന്ന് കുത്തി ഒലിച്ച് വന്നിരുന്നു കഴിഞ്ഞ ദിവസം. ഇല്ല, ഇപ്പം വരുന്നില്ല. അപ്പം ഞാൻ ഇന്നലെ അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അവിടെ കച്ചവടം ചെയ്യുന്ന കക്ഷി തന്നെയാണ്, അവിടുത്തെ എല്ലാം നോക്കുകയാണ്. അതിന്റെ പേര് എനിക്ക് വലിയ ഓർമ്മയില്ല. എങ്കിൽ പോലും അദ്ദേഹം വന്ന് പറഞ്ഞു, സാർ ഇപ്പം വലിയ കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം കെട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ഒരു ഷീറ്റ് കൂടെ മേടിച്ച് കെട്ടിക്കോളൂ, എന്തെങ്കിലും ചെറിയ ലീക്ക് ഉണ്ടെങ്കിലും അത് നമുക്ക് മാറും. അതുകൊണ്ട് വലിയ നീളത്തിലുള്ള ഷീറ്റ്, നമ്മൾ ആദ്യം ഷീറ്റ് മേടിച്ചിടാൻ നോക്കിയപ്പോൾ 60,000 രൂപയാണ് ഒരു ഷീറ്റ്. ഒന്നല്ല, 2-3 ഷീറ്റ് അവിടെ കെട്ടണമെങ്കിൽ വേണ്ടി വരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഷീറ്റ് മേടിച്ച് കെട്ടി കയർ വെച്ച് കെട്ടിയേക്കാണ്. ടെമ്പററി അറേഞ്ച്മെന്റ് ആണ്. അത് നമ്മൾ വേനലാവുന്നതനുസരിച്ച് നമ്മളത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ചോദ്യം കൂടി സാർ, ആ പ്രൊജക്ട് വലിയൊരു പദ്ധതിയായാണ് ഈ പെരിന്തൽമണ്ണ നഗരസഭയുടെ അതിൻ്റെ ആ സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന രീതിയിലേക്ക് നടത്തിയത്. അപ്പോൾ UDF ഭരണമൊക്കെ മാറിക്കഴിഞ്ഞു. എങ്കിലും ഞാനൊരു കാര്യം സെക്രട്ടറിയോട് ചോദിക്കുകയാണ്. 13 നിലയുള്ള ഒരു വലിയൊരു കെട്ടിടമൊക്കെ വിഭാവനം ചെയ്തിരുന്നു. അങ്ങനെ കുറേ സ്വപ്നങ്ങൾ, മാത്രമല്ല ചുറ്റുവട്ടത്തൊക്കെ സ്ഥലമുള്ള ആളുകൾക്കൊന്നും ഇപ്പോൾ അവിടെ ഒരു കെട്ടിടം പണിയാൻ പറ്റാത്ത അവസ്ഥകളും ഉണ്ട്. ഇതിനൊക്കെ ഈ 13 നിലയിലെങ്കിലും കുറച്ചെങ്കിലും ഈ നാടിന് ഉപകരിക്കുന്ന നിലയിൽ അത് പൊങ്ങുമെന്നും ചുറ്റുവട്ടത്തുള്ള സ്ഥലമുടമകൾക്ക് അവിടെ ഒരു കെട്ടിടം പണിത് ആ മേഖല ഒന്ന് വികസിപ്പിക്കാൻ കഴിയുമെന്നും അവിടെയുള്ള ആളുകൾ പ്രതീക്ഷിച്ചാൽ, പ്രത്യേകിച്ച് പെരിന്തൽമണ്ണക്കാൾ പ്രതീക്ഷിച്ചാൽ ആ പ്രതീക്ഷ അസ്ഥാനത്താവും. അല്ല, അവർക്ക് പ്രതീക്ഷിച്ച് കുഴപ്പമില്ല. നമുക്ക് അതിന്റെ ചുറ്റും നിലമാണ്. അവര് നിലത്തിന്റെ ഉടമസ്ഥര് കൺവേർട്ട് ചെയ്യാൻ ഇപ്പം തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇവർ കൺവേർട്ട് ചെയ്ത് അവർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന തടസ്സമൊന്നുമില്ല. മാത്രം പിന്നെ ഈ പറഞ്ഞ 15 നിലയൊക്കെ അത് അവിടെ കൗൺസിൽ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നോക്കി കൗൺസിലിന്റെ അംഗീകാരം, കൗൺസിലാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെയാണ് ചെയ്യണം. അതിനുള്ള ഫണ്ട് കണ്ടെത്തിയിട്ട് നമ്മളിപ്പം പുതിയ ഭരണസമിതി വന്ന് തുടങ്ങിയുള്ളൂ. അതിപ്പോഴത്തെ തന്നെ
എല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സാമ്പത്തികം എല്ലാം ഒന്നായി വരണം. അതിനുള്ള പ്രോജക്റ്റും അതിൻ്റെ ഫണ്ടും വരണം. വരുന്ന മുറയ്ക്ക് കൗൺസിൽ അത് തീരുമാനിച്ച് അവർ മുൻകൈ എടുക്കുവാണെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പെരിന്തൽമണ്ണ പുതിയ ബസ് സ്റ്റാൻഡിൽ മഴ പെയ്താൽ അവിടെ വ്യാപാരികൾക്ക് വ്യാപാരം ചെയ്യാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, വെള്ളമെല്ലാം കുത്തിയൊലിച്ച് ഇപ്പോൾ താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. സെക്രട്ടറി പറഞ്ഞത് മഴ മാറിയാലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഷീറ്റിട്ട് പരിഹരിക്കുന്നു. അപ്പോൾ ചെയർപേഴ്സന്റെ ഒരു ഉറപ്പ് കൂടി ആ വ്യാപാരികൾക്ക് ഉടനെ തന്നെ ആ മഴ മാറിയാൽ അങ്ങനെ ഉണ്ടാവും. ഇത് നമ്മൾ മഴ ഒന്ന് നിന്നതിന് ശേഷം നമ്മൾ അവിടെ ഷീറ്റ് ഇട്ടിട്ട് ക്ലിയർ ആക്കും. ഇപ്പൊ താൽക്കാലികമായിട്ട് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട്, ചോരാതിരിക്കാൻ വേണ്ടിയിട്ടും വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടും. മഴ മാറുന്നതോടുകൂടി നമ്മളത് ഷീറ്റ് ഇട്ടതിന് പരിഹാരം കാണും. ഇവിടെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ആ ബസ് സ്റ്റാൻഡ് വിഭാവനം ചെയ്തത് വലിയ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞത് കൗൺസിലൊക്കെ അംഗീകരിച്ച് ഫണ്ടൊക്കെ വരുന്ന നിലയ്ക്ക് അങ്ങനെയൊക്കെ, കാരണം പെരിന്തൽമണ്ണ വളരുകയാണല്ലോ. അപ്പോൾ ഈ ഭരണസമിതിയുടെ കാലത്ത് ഇങ്ങനെയുള്ള പെരിന്തൽമണ്ണയിലെ അടിസ്ഥാന സൗകര്യ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ, അതായത് നമ്മുടെ ഈ പെരിന്തൽമണ്ണ വളരുന്നതനുസരിച്ച് ഒരുപാട് വ്യാപാര സമുച്ചയങ്ങൾ വരുന്നു. അപ്പം നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയുടെ കീഴിലുള്ള ഈ പുതിയ ബസ് സ്റ്റാൻഡിൽ കെട്ടിടം ഒന്നും കൂടി മുകളിലേക്ക് പൊങ്ങിയാൽ ഈ ഒരു മുതൽക്കൂട്ടാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ചെയർപേഴ്സന്റെ അഭിപ്രായം എന്താണ്? അത് പടിപടിയെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾക്കത് ഉയർത്തി കൊണ്ടുവരണം. അത് നല്ലൊരു ബസ് സ്റ്റാൻഡും കെട്ടിടവും ഒക്കെ കൂടി ഉള്ളതല്ലേ. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യും. പടിപടിയായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വരണം. എന്തായാലും ഇപ്പോൾ UDF നിങ്ങളുടെ ഇവിടെ UDF ഭരിക്കുന്നു, സംസ്ഥാനം UDF ഭരിക്കുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കൂടി സഹായമൊക്കെ അഭ്യർത്ഥിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഉയർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയില്ലേ? അല്ലെ, പ്രതീക്ഷയുണ്ട്. നമ്മളത് ചെയ്യണം, അത്ര തന്നെ. ഫണ്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കും. ഏതായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടി, അതായത് ഊർജ്ജസ്വലയായ, അതായത് എപ്പോഴും പോസിറ്റീവായി കാര്യങ്ങൾ സംസാരിക്കുന്ന പച്ചേരി സുരയ്യ ഫാറൂഖ് നഗരസഭാ ചെയർപേഴ്സൺ ഇക്കാര്യത്തിലും പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത്. സെക്രട്ടറി പറഞ്ഞ പോലെ സ്റ്റാൻഡിലെ ഇപ്പോഴത്തെ വ്യാപാരികളുടെ പ്രശ്നം പരിഹരിക്കും. അതുകൂടാതെ ആ കെട്ടിടം മുകളിലേക്ക് ഉയരുന്ന കാര്യത്തിലും ഫണ്ട് വരുന്ന മുറയ്ക്കും ഒക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചും കാര്യങ്ങളൊക്കെ സാവധാനം ചെയ്ത് പൂർത്തീകരിക്കുമെന്ന ഒരു ഉറപ്പുകൂടി പെരിന്തൽമണ്ണക്കാർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഏതായാലും പെരിന്തൽമണ്ണക്കാരെ പ്രതീക്ഷിച്ചോളൂ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശരിയായി പെരിന്തൽമണ്ണ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് വളരാനുള്ള കാര്യങ്ങളിൽ എന്തായാലും ഈ ഭരണസമിതി ഒപ്പം ഉണ്ടാകുമെന്ന ഒരു ഉറപ്പാണ് ചെയർപേഴ്സൺ നൽകുന്നത്. അത് എത്ര നിലയായാലും അതിനുള്ള ഫെസിലിറ്റി ഇട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്, അതിനുള്ള അടിസ്ഥാനം ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതിനൊന്നും പ്രശ്നം വരുന്നില്ല. അതുപോലെ ചുറ്റുവട്ടമുള്ളവർ ആർക്ക് വേണമെങ്കിലും അവിടെ കൃഷി ഓഫീസറും RDO വഴി സാങ്ഷൻ മേടിച്ച് മണ്ണിട്ട് നികത്താൻ, അവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത നിലങ്ങളാണെങ്കിൽ മണ്ണിട്ട് നികത്തി കൺവെർട്ട് ചെയ്ത് ഫോം 6 ആക്കിയിട്ട് അവർക്ക് ബിൽഡിങ്ങോ എന്ത് കാര്യങ്ങളോ അവർക്ക് ചെയ്യാവുന്നതാണ്. അതായത് വെള്ളം തടസ്സം ഉണ്ടാവാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു തടസ്സവും വരുന്നില്ല, ഡെവലപ്പ് ആവുന്ന സ്ഥലമാണ്. ഏതായാലും ബസ് സ്റ്റാൻഡിലെ പ്രശ്നത്തിന് താൽക്കാലികമായ ഒരു പരിഹാരം ആയിട്ടുണ്ട്. പക്ഷേ മഴ മാറി ഒരു ആഗസ്റ്റൊക്കെ കഴിഞ്ഞ് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അവിടുത്തെ വ്യാപാരികൾക്ക് ഉറപ്പു നൽകുന്നു. മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള സ്ഥലമുടമകൾക്ക് ബിൽഡിംഗ് പണിയുന്നതിന് തടസ്സമൊന്നുമില്ല. അതിൻ്റെതായ നിയമ നടപടികൾ പൂർത്തീകരിച്ച് അവർക്ക് ബിൽഡിംഗ് പണിയാം. പിന്നെ ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ വിഭാവനം ചെയ്ത തരത്തിൽ അത് പൂർത്തീകരിക്കാനായിട്ട് ഇനി ഫണ്ടൊക്കെ വരുന്ന മുറയ്ക്കും, മാത്രമല്ല കൗൺസിലിന്റെ അംഗീകാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വപ്ന പദ്ധതിയും ഭാവിയിൽ പൂർത്തീകരിക്കപ്പെട്ടേക്കാം എന്ന ഒരു ഉറപ്പ് കൂടി. അതായത് അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കണം, പെട്ടെന്ന് ഒന്നും നടക്കില്ല. അത്യാവശ്യം കടക്കണിയിലാണെന്നാണ് നഗരസഭയെ കുറിച്ച് പറഞ്ഞിരുന്നത്. ഇപ്പോഴും കടക്കണിയിലാണെന്ന് തോന്നുന്നു അല്ലെ? എന്നാലും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമല്ലോ അല്ലെ? കടക്കണി എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഒരു ദിവസം വീട്ടിൽ വരികയാണ്. ഇനി കുറച്ച് ഇതുണ്ട്, അതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് പൂർത്തീകരിക്കുന്നതാണ്. അത് വലിയ ഇതൊന്നുമില്ല. നമുക്കുള്ള വരുമാനം കറക്റ്റ് പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി നമുക്ക് നല്ല രീതിയിൽ പോകാൻ കഴിയും. ഏതായാലും അതൊക്കെ ഒരു പ്രതീക്ഷയാണ്. നഗരസഭാ സെക്രട്ടറി ഇവിടുത്തെ പൊതുജനങ്ങൾക്ക്, പെരിന്തൽമണ്ണക്കാർക്ക് തരുന്ന ഒരു വലിയ ഉറപ്പാണ്, പ്രതീക്ഷയാണ്. ഏതായാലും എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. പെരിന്തൽമണ്ണ അനുദിനം വളരുന്ന ഒരു നഗരമാണ്, പക്ഷേ കേരളത്തിലെ അനുദിനം വളരുന്ന നഗരങ്ങളിലൊന്നാണ്. അപ്പം ഇനി സൗകര്യങ്ങൾ കൂടണം. സൗകര്യങ്ങൾ കൂട്ടാൻ ഇതുപോലെ നമുക്ക് ഈ പെരിന്തൽമണ്ണക്കാർക്കുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും പരിഹരിക്കാനുള്ള ഒരു നഗരസഭാ സെക്രട്ടറി ഇവിടെ ഉണ്ട് എന്നത് എല്ലാവർക്കും ആശ്വാസമാണ്. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, നമ്മുടെ നാട് വളരട്ടെ, അടിസ്ഥാന സൗകര്യങ്ങൾ വളരട്ടെ. അതിനുള്ള എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും വേണം. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ജബ്ബാർ വേണാട്ട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ.
ചെറുപ്പളശ്ശേരി CCST കോളേജിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. NAC അംഗീകാരമുള്ള CCST കോളേജിലേക്ക് കാലാനുസൃതമായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. 2 PG കോഴ്സുകളും 10 UG കോഴ്സുകൾക്കുമൊപ്പം ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളായ BSc AI, BBA വിത്ത് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. CCST ക്യാമ്പസ് നൽകുന്ന പ്രധാന സവിശേഷതകൾ: അത്യാധുനിക ICT എനേബിൾഡ് ക്ലാസ് റൂംസ്, വിനോദങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം, വിപുലമായ ലാബ് സൗകര്യങ്ങൾ, ഉന്നത പഠന നിലവാരം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ് AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെറുപ്പളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെറുപ്പളശ്ശേരി, പാലക്കാട്.